ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനോടനുബന്ധിച്ച് നടന്ന പൊട്ടിത്തെറികളും എൻ.സി.പിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കിയിരുന്നു. എൻ.സി.പിയിലെ ഭിന്നിപ്പും അജിത് പവാർ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അപ്രതീക്ഷിത നീക്കങ്ങളും ശരത് പവാർ പക്ഷത്തിനേറ്റ തിരിച്ചടി തന്നെയായിരുന്നു. ശേഷം ശരത് ചന്ദ്ര പവാർ പക്ഷം എൻ.സി.പി കോൺഗ്രസിൽ ലയിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. ഇപ്പോൾ ആ അഭ്യൂഹം തീർത്തും നിഷേധിക്കുന്നില്ല ശരത് ചന്ദ്ര പവാർ പക്ഷം എൻ.സി.പി. എൻ.സി.പി കോൺഗ്രസിൽ ലയിക്കുമോ എന്ന ചോദ്യത്തിന് വർക്കിംഗ് പ്രസിഡന്റായ സുപ്രിയ സുലെ നൽകിയ മറുപടി ഇപ്രകാരമാണ്: എന്താണ് സംഭവിക്കുകയെന്നത് എനിക്ക് ഊഹിക്കാൻ കഴിയില്ല. എന്നാൽ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം കോൺഗ്രസുമായി യോജിച്ചു പോകുന്നു, കോൺഗ്രസുമായി കൂടുതൽ അടുപ്പം തോന്നുന്നു എന്നായിരുന്നു അവരുടെ മറുപടി. ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പങ്കെടുക്കവെയായിരുന്നു സുലെ പരാമർശം നടത്തിയത്. ഏതെങ്കിലും ഘട്ടത്തിൽ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പി കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ചേക്കുമെന്ന സംസാരമുണ്ട്. എന്താണ് അഭിപ്രായമെന്നതായിരുന്നു ചോദ്യം. ബാരാമതി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും സുപ്രിയ സുലെ സംസാരിക്കുന്നുണ്ട്. അവിടെ ബന്ധുവായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് മത്സരിച്ചത്. ബാരാമതി തെരഞ്ഞെടുപ്പ് തന്നെ വൈകാരികപരമായി വേദനിപ്പിച്ചതായും സുപ്രിയ സുലെ പറയുന്നുണ്ട്. എൻ.സി.പി പിളർന്നത് ശരത് പവാർ മകളായ തന്നെ രാഷ്ട്രീയ പിൻഗാമിയായി തെരഞ്ഞെടുത്തതിനാലാണ് എന്ന വാദം അവർ നിഷേധിക്കുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ 1.58 ലക്ഷം വോട്ടുകൾക്കാണ് സുപ്രിയ സുലെ പരാജയപ്പെടുത്തിയത്. സുപ്രിയ സുലെക്കെതിരെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് അജിത് പവാർ തന്നെ പലതവണ പരസ്യമായി സമ്മതിച്ചിട്ടുമുണ്ട്. പാർട്ടിക്ക് കഴിവിന്റെ സമ്പന്നതയുണ്ടെന്ന് ആവർത്തിച്ച സുപ്രിയ സുലെ തന്റെ പിതാവിന്റെ പാരമ്പര്യം അർഹരായ ആർക്കും കൈമാറാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അത് ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ശരത് പവാറിന് തന്നെ അനന്തരവനായ അജിത് പവാർ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഭൂരിപക്ഷം എൻ.സി.പി എം.എൽ.എമാരുമായി ഇറങ്ങിപ്പോയി. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി ശിവസേന സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സർക്കാരിലെ ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളായി പ്രവർത്തിക്കുകയുമാണ്. പാർട്ടിയിലെ പിളർപ്പ് പാർട്ടിയുടെ പേരും ചിഹ്നവും സംബന്ധിച്ച് കടുത്ത പോരാട്ടത്തിനും കാരണമായി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാംഗങ്ങളുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ യഥാർത്ഥ എൻ.സി.പി ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. പാർട്ടി പിന്തുടർച്ച സംബന്ധിച്ച് തർക്കമില്ല എന്നും എന്നാൽ അജിത് പവാർ പോയ വഴി തെറ്റാണെന്നും സുപ്രിയ സുലെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ ജീവിതത്തെയും തടസ്സപ്പെടുത്തി പോകാൻ അവർ തിരഞ്ഞെടുത്തുവെന്നും അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെന്നും അതെല്ലാം അവർ തന്നെയാണ് സൂക്ഷിക്കേണ്ടതെന്നും അവർ പറയുന്നുണ്ട്. അത് പിന്തുടർച്ചയെക്കുറിച്ചല്ല, ഇതൊരു സഖ്യത്തെക്കുറിച്ചാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണം അജിത് പവാർ എൻ.സി.പിയെ കൂടെ നിർത്തിയതാണ് എന്ന വിമർശനം എൻ.ഡി.എക്കുള്ളിൽ നിന്നും തന്നെ ഉയർന്നു വന്നിരുന്നു. അത് യഥാർത്ഥത്തിൽ എൻ.സി.പിക്കേറ്റ വലിയ ആഘാതം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു എൻ.സി.പി അജിത് പവാർ പക്ഷത്തിന്. തുടർന്നാണ് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾക്ക് തുടക്കം കുറിച്ചത്. വലിയ പ്രതീക്ഷയോടെ അജിത് പവാർ പക്ഷം സ്വന്തമായി നീക്കിയ എല്ലാ കരുക്കളും പാളിപ്പോയി. മാത്രമല്ല അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നത രൂക്ഷമാക്കി. ആ ഭിന്നതയുടെ ആകെത്തുകയാണ് ഇപ്പോൾ അജിത് പവാർ പക്ഷത്തു നിന്ന് 4 എം.എൽ.എമാർ ശരത് പവാർ പക്ഷത്തിനൊപ്പം ചേർന്നതും. മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ എൻ.സി.പിക്ക് വൻ തിരിച്ചടിയാണ് അതോടെ സംഭവിച്ചത്. അജിത് പവാർ പക്ഷത്തെ 4 പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം അജിത് പവാർ വിഭാഗത്തിലുണ്ടായ വലിയ മാറ്റങ്ങളും ഉണ്ടാക്കി. പല പ്രമുഖരും എൻ.സി.പി വിടുന്നുമുണ്ട്. ആകെ ഒരു സീറ്റിൽ മാത്രമാണ് പാർട്ടി വിജയിച്ചത് എന്നതും ഇതോടെ എൻ.സി.പിയെ നെടുകെ പിളർത്തി എൻ.ഡി.എയുമായി ലയിക്കാൻ തീരുമാനിച്ച അജിത് പവാറിന് തിരിച്ചടി തുടരുകയായിരുന്നു എന്നതുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന വിശകലനമാണ്. ഒരർത്ഥത്തിൽ ആർ.എസ്.എസിൽ നിന്നും മുന്നണിയിൽ നിന്ന് പോലും അജിത് പവാറിന് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. ഓർഗനൈസറിൽ പോലും എൻ.ഡി.എക്ക് ഏറ്റ തിരിച്ചടിക്ക് കാരണം അജിത് പവാർ പക്ഷത്തോടൊപ്പം തന്നെ ചേർന്നതാണ് എന്നുള്ള വിശകലനങ്ങൾ വന്നിരുന്നു. ഇതും അജിത് പവാർ പക്ഷത്തിന് തിരിച്ചടിയായി. മാത്രമല്ല ഭിന്നതയ്ക്ക് മുൻപ് എൻ.ഡി.എയിലേക്ക് പോകുവാൻ ശരത് പവാറിന് മുന്നിൽ കനത്ത സമ്മർദ്ദമുണ്ടായിരുന്നു അജിത് പവാറിന്റെ ഭാഗത്തു നിന്നും ബി.ജെ.പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും. വലിയ വാഗ്ദാനങ്ങളും അദ്ദേഹത്തിന് നൽകിയിരുന്നു. എന്നാൽ സുപ്രിയ സുലെ എന്ന മകളുടെ നിർബന്ധം മൂലം മാത്രമാണ് അജിത് പവാർ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് തയ്യാറാകാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ശക്തരായ നേതൃനിരയിലെ ഒരാളാണ് ശരത് പവാർ. അതുകൊണ്ട് തന്നെ ലയന തീരുമാനം വന്നാൽ കോൺഗ്രസും അനുകൂല നിലപാട് തന്നെ സ്വീകരിക്കും. അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളും സൃഷ്ടിക്കും.